നീറ്റ് 2024 കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത നീറ്റിനുള്ള പ്രിപ്പയർ ചെയ്യാനുള്ള സമയമായി. ശരിക്കും ആലോചിച്ച് ചിന്തിച്ച് MBBS എന്നാണ് നിങ്ങളുടെ ഡ്രീം എങ്കിൽ അടുത്ത നീറ്റിനുള്ള പ്രിപ്പറേഷൻ ടൈമായി അല്ലേ? അപ്പൊ ഇനി നെക്സ്റ്റ് നീറ്റിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മൾ എപ്പോഴും ഒരു വലിയ ടാർഗറ്റ് വെച്ചിട്ടായിരിക്കണം പഠിക്കുന്നത്. നീറ്റ് 2025 നിങ്ങൾ പഠിക്കുമ്പോൾ 720 തന്നെ സ്കോർ ചെയ്യാനുള്ള ഒരു ഡ്രീം ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വേണം പഠിക്കാൻ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത്രയും കാലം നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ബോർഡ് എക്സാം ഒക്കെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. 2.5 മണിക്കൂർ നിങ്ങൾക്ക് ടൈം വന്നിട്ട് അതിനുള്ളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനും ആൻസർ ഒക്കെ ചെയ്ത് ആലോചിച്ച് ചിന്തിച്ച് ചെയ്താനുള്ള സമയം ഉണ്ടാവും അല്ലെ? പക്ഷെ നീറ്റിന്റെ കേസിലേക്ക് വരുമ്പോൾ നീറ്റ് ആവട്ടെ, JEE ആവട്ടെ, കീം ആവട്ടെ, ഇതൊക്കെ പറഞ്ഞാൽ MCQ ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ 1 വേർഡ് ആൻസേഴ്സ് ആണ് നമുക്ക് എഴുതാനുണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് 4 ഓപ്ഷൻസും ഉണ്ടാവും. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ നിന്ന് നമ്മൾ MCQ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ടൈം ബൗണ്ട് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് എന്നുള്ള സമയം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ആ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം? നമ്മൾ വേഗം ആൻസേഴ്സ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 മെത്തേഡിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റ്സ് ആവട്ടെ, സബ്ജക്ട്സ് ആവട്ടെ ഒക്കെ സെയിം ആണ്, ചാപ്റ്റേഴ്സ് സെയിം ആണ്. ആ ടെക്സ്റ്റ് ബുക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നിങ്ങൾ റെഫർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന മെത്തേഡ് മാറ്റണം. ഒരു പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാണാതെ പഠിച്ചിട്ടാ പോവുക, തലേന്നിരുന്ന് കാണാതെ പഠിച്ചു പോകും. പക്ഷേ നീറ്റിന്റെ കേസിലേക്ക് വരുമ്പോൾ മിനിമം 6 മന്ത്സ്, എല്ലാവരും അങ്ങനെയാണ് പറയാറ്, മിനിമം 6 മന്ത്സ് എങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം നിങ്ങൾ അലൗട്ട് ചെയ്യണം. ഇതെന്തിനാന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം ഒരു മെത്തേഡ്, ഒരു റിയൽ മെത്തേഡ് അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് മെത്തേഡിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു 720 സ്കോർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് നോട്ട് എന്നുള്ളൊരു കാര്യമാണ്. ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു എക്സാം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 1 മിനിറ്റ് ആണ് അലൗട്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ഓർമ്മ വരേണ്ടി വരും. ബയോളജി ആവട്ടെ, ബയോളജിയിൽ നമ്മൾ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് കാണാതെ പഠിച്ചിട്ടാണ് നമ്മൾ എഴുതാൻ പോവുക. അതിൽ തന്നെ കൂടുതൽ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന്റെ കൂടെ തന്നെ ഒരു മിനിമം 50 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് വേണം ഒരു എക്സാം അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് എഴുതാൻ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫിസിക്സിന്റെ കേസിലാകുമ്പോൾ ഇക്വേഷൻസ് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് ഡിറൈവ് ചെയ്യാനുള്ള സമയമില്ല. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ഇക്വേഷൻസ് ഒക്കെ കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അത് മാറ്റി എഴുതിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഇത് ഫസ്റ്റ് മുതലേ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഹാബിറ്റ് ആണ്. കാരണം ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഷോർട്ട് നോട്ട് എഴുതാൻ ടൈം ഉണ്ടാവില്ല. ഒരു ചെറിയൊരു നോട്ട് മതി. നമ്മുടെ സാധാരണ ഒരു ക്ലാസ്മേറ്റിന്റെ നോട്ടില്ലേ, ഒരു സ്മോൾ സൈസ് നോട്ട്, അതിന്റെ ഉള്ളിൽ നിങ്ങൾ ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞാൽ മതി. പക്ഷെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾ എപ്പോഴും കൈവൽ വെക്കേണ്ട ബുക്കായതുകൊണ്ട് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ബുക്കാണ് വേണ്ടി സ്പൈറൽ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കെമിസ്ട്രിയിലൊക്കെ ഇനോർഗാനിക് പഠിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും ഇനോർഗാനിക് പഠിക്കുന്ന ബുദ്ധിമുട്ടാ പറഞ്ഞിട്ടുണ്ട്, ഓർഗാനിക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ തെറ്റിക്കുന്ന ഒരു കാര്യം, കാർബോകാറ്റോൺസിന്റെ ഓർഡർ ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ മെറ്റൽസിന്റെ സൈസിന്റെ ഓർഡർ, അല്ലെങ്കിൽ അവർ ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടിന്റെ ഒക്കെ ഓർഡേഴ്സ് ആയിരിക്കും ഒരു പക്ഷെ നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവുക. ഇങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ കോഡ് ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരാൾ പറഞ്ഞു തരുന്ന കോഡിനേക്കാളും നല്ലത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കോഡാക്കി ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് എക്സാമിലും എവിടുന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും, പെട്ടെന്ന് തന്നെ അതിന് ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. സോ നിങ്ങൾ അത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടത്, ഒരു കെമിസ്ട്രി പഠിക്കുകയാണെങ്കിൽ കെമിസ്ട്രിയും ബയോളജിയിലും കുറച്ചൊക്കെ അങ്ങനെ കോഡ് ഉണ്ടാക്കി പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോഡുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം. അങ്ങനെ എപ്പോഴും ഒരു പക്ഷെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യേണ്ട എന്നുള്ള ഒരു ഫീൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളുടെ ഒരു കോളേജ് ഡിറ്റർമിൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു 100-200 റാങ്ക് നിങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ നമ്മൾ ഒരു ക്വസ്റ്റ്യനും വിടാത്ത രീതിയിൽ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പറയുന്നത് ബയോളജിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട NCERT തന്നെയാണ്. NCERTയിലെ ഈച്ച് ആൻഡ് എവറി ലൈൻ പഠിക്കാൻ നോക്കുക. പഠിക്കാന്നുള്ളത് വായിക്കുക, അതിന്റെ മീനിങ്സ് നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കണം. കാരണം ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ തിരിച്ചു മറിച്ചൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളൊരു പക്ഷെ എപ്പോഴും വിചാരിക്കും ബയോളജി ഈസി ആണെന്നുള്ളത്, പക്ഷെ ബയോളജിയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻകറക്റ്റ് വരുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഷോർട്ട് നോട്ട് മെയിൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അതൊരു ഹാബിറ്റ് ആക്കിയിട്ട് എടുക്കുക. രണ്ടാമത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റിയ കോഡുകൾ ക്രിയേറ്റ് ചെയ്യുക. മൂന്നാമത്തത്, NCERT ടെക്സ്റ്റ് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ നോക്കുക. കൂടെ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ മിനിമം 50 ക്വസ്റ്റ്യൻസ് എങ്കിലും ഒരു പെർ ചാപ്റ്റർ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ആ മിനിമം 50 എന്ന് പറയാൻ കാരണം ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ നിങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 100 ക്വസ്റ്റ്യൻസ് 200 ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് ചെയ്യാം. ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ ഒരു ചാപ്റ്ററിന് മിക്കവാറും 500 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യും. നിങ്ങൾ റിവിഷൻ നടത്തുന്ന സമയത്ത്, മോക്ക് ടെസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഒരു 500 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യും. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നീറ്റിന് വേണ്ടത് OMR പ്രാക്ടീസ് ആണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാനുള്ള സ്കില്ലാണ് വേണ്ടത്. ആ 3 മണിക്കൂറും 20 മിനിറ്റും നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ മാത്രമേ ഉള്ളൂ. അതിന് ചുറ്റുപാട് നടക്കുന്ന ഒരു കാര്യവും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല.
അപ്പൊ ഈ OMR പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ 6 മന്ത്സിനുള്ളിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. OMR ഷീറ്റ് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റേസ് തന്നെ കിട്ടും, കുറെ OMR ഷീറ്റ്സ് കിട്ടും. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ബബിൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. കാരണം ഈ ബബിൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ എത്തി കഴിയുമ്പോഴും മിസ്റ്റേക്ക് ഇല്ലാതെ ബബിൾ ചെയ്യാൻ പറ്റുക. ഒരു പക്ഷെ ഒരു ക്വസ്റ്റ്യന്റെ ബബിളിംഗ് തന്നെ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് 4 മാർക്കാണ്. 4 മാർക്കും നഷ്ടപ്പെടും, 1 മാർക്ക് നെഗറ്റീവ് ആയിട്ടും പോകും. OMR പ്രാക്ടീസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങൾ ഏത് ഗൈഡ് എടുത്താണ് ചെയ്യുന്നത് വെച്ചാലും അതിന്റെ കൂടെ ഒരു OMR ഷീറ്റ് വെച്ചിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ടെൻഷൻ ഇല്ലാതെ റിയൽ നീറ്റ് എക്സാമിന് എഴുതാൻ പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ ആ ഒരു പ്രാക്ടീസിൽ തന്നെ പോയിക്കോളും. എല്ലാ കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് പഠിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ മറന്നുപോയി എന്നുള്ളത്. അതെങ്ങനെ മറന്നുപോവാ? നമ്മൾ കോൺസ്റ്റന്റ്ലി നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. റിവിഷൻ വലിയൊരു കാര്യം തന്നെയാണ് ഈ നീറ്റിന്റെ പ്രിപ്പറേഷനിൽ. നിങ്ങൾ ഇന്ന് പഠിച്ച ചാപ്റ്റർ ഒരു പക്ഷേ നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വീണ്ടും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഫുള്ള് വായിക്കുക എന്നുള്ളതല്ല, എഴുതിയ ഷോർട്ട് നോട്ട്സ് എടുത്ത് വായിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്ത് നോക്കുക. 10 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു 8 എണ്ണം ശരിയായി 2 എണ്ണം നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഒരു 5 എണ്ണം ഒക്കെ നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ ചാപ്റ്റർ ഒന്നും കൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഫാക്കൽറ്റീസിന്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് അതിൽ വേണം. അവരോട് പോയി ഡൗട്ട് ക്ലിയർ ചെയ്യണം, ഫാക്കൽറ്റിന്റെ സപ്പോർട്ട് വേണം. അല്ലെങ്കിൽ ഇനിയും കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തോന്നൊക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സ്പീഡ് കൂടെ ഉള്ളൂ കേട്ടോ. ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് എന്താണ്? സ്പീഡാണ്. ഒരു ഫിസിക്സ് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ടൈമിനുള്ളിൽ തീർക്കണമെങ്കിൽ സ്പീഡ് വേണം. അതിനാണ് എപ്പോഴും എല്ലാവരും പറയാറ്, ഇഷ്ടം പോലെ കിട്ടുന്ന എവിടുന്നും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്യാൻ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെയാണ്. അപ്പം നമ്മുടെ മൈൻഡ് ഭയങ്കര ഫ്രഷ് ആയിരിക്കും. നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷന് ടൈം കൊടുക്കുക. നിങ്ങൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സിൽ ഇക്വേഷൻസും ഷോർട്ട് നോട്ട്സ് ഒക്കെ ഒന്ന് എടുത്ത് റിവൈസ് ചെയ്യുക. വെറുതെ ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. ഫസ്റ്റ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ടൈം കൂടുതൽ എടുക്കും, പക്ഷെ ലാസ്റ്റ് ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് 1/2 മണിക്കൂർ മതിയാവും ഫിസിക്സിൽ എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യാൻ വേണ്ടി. ഒരു 1/2 മണിക്കൂർ 30 മിനിറ്റ്സ് മതിയാവും നിങ്ങൾക്ക്. പക്ഷെ അതൊക്കെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചാണ്. അപ്പോൾ മറക്കരുത്, റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്ക് ഒരു മോക്ക് ടെസ്റ്റ്, ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റ് ചെയ്തണം കേട്ടോ. ഓരോ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ, നമ്മൾ ആ ചാപ്റ്ററിൽ തന്നെ സ്റ്റക്ക് ആയി പോവാണ്. നമ്മുടെ ബ്രെയിന് വേറൊരു ചാപ്റ്ററിലേക്ക് പോകുന്നില്ല, ആ ടോപ്പിക്കിൽ തന്നെ സ്റ്റക്ക് ആയി പോവാണ്. പക്ഷെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ചാപ്റ്റേഴ്സും മിക്സ്ഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ആയിരിക്കും. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് മിക്സ്ഡ് ആയിട്ടൊക്കെ ഉണ്ടാവുക. അതിലെന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്തുമ്പോഴേക്ക് നമ്മുടെ ബ്രെയിനിൽ അടുത്ത ചാപ്റ്ററിലേക്ക് എത്തണം. ആ ഒരു സ്കില്ലും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് ആ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ 720 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആൻസർ കണ്ടുപിടിച്ച് എഴുതാൻ പറ്റുള്ളൂ. 6 മന്ത്സ് കൊണ്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസ് ഇതൊക്കെയാണ്. മറന്നുപോരുത്, റിവിഷനും മോക്ക് ടെസ്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നീറ്റ് 2024 ടഫ് ആവട്ടെ ഈസി ആവട്ടെ, നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ചില ആൾക്കാർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ജസ്റ്റ് മൂവ് ഓൺ. നിങ്ങളുടെ MBBS ആണ് നിങ്ങളുടെ മെയിൻ എയിം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ BDS ആണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇതിന് നല്ല സ്കോർ വേണം. എല്ലാവർക്കും പറയാം, ഗവൺമെന്റ് സീറ്റ് കിട്ടണമെങ്കിൽ നല്ല സ്കോർ വേണം. നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ വിട്ടിട്ട് ഇനി ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ഒരിക്കലും നിങ്ങളുടെ പാസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ബാക്കോട്ട് വലിക്കുകയല്ല വേണ്ടത്, അതൊരു പുഷ് ആവാൻ വേണ്ടത്. നിങ്ങൾ സക്സസിലേക്കുള്ള ഒരു പുഷ് ആയിട്ട് എടുത്ത് അതൊരു ചലഞ്ച് ആക്കി എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ഓൾ ദി ബെസ്റ്റ്.